വി ഡി സതീശന് കണ്ടക ശനിയാണ്, അദ്ദേഹം ഒരു ജോത്സ്യനെ കാണുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ കെ സുരേന്ദ്രന് ശനിയുടെയോ മറ്റോ അപഹാരമായിരിക്കുമോ? പാർട്ടിക്കകത്തു നിന്നാണ് അദ്ദേഹത്തിനെതിരെ കലാപം വരുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സാധാരണ നിലയിൽ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും സംരക്ഷണത്തിന് എത്തുന്നുമില്ല. വി മുരളീധരൻ ഈ പരാജയത്തിന്റെ പാപഭാരം ഏറ്റെടുക്കാൻ തയ്യാറുമല്ല. കെ സുരേന്ദ്രൻ സേഫാണോ ആ പാർട്ടിയിൽ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഹലോ അഭിലാഷ്, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് പോലും ജയിക്കാൻ പ്രാപ്തിയുള്ള ഒരു പാർട്ടിയല്ല BJP എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം കേരളത്തിലെ കമ്മ്യൂണൽ ഇക്വേഷൻസ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പരിസ്ഥിതികൾ ഇവയെല്ലാം വച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു നിയമസഭാ സീറ്റിലും നിലവിലെ സാഹചര്യത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല BJP. അത് പ്രധാന കാരണം എന്നുള്ളത് അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിൽ BJPക്കില്ല. പണ്ടൊരു കേട്ടൊരു കഥ പറയാം. പണ്ട് PP മുകുന്ദൻ BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരിക്കും സമയത്ത്, അദ്ദേഹം BJPയുടെ കേരളത്തിലെ അവസാന വാക്കായിരുന്ന സമയത്ത് അദ്ദേഹം തമാശയ്ക്കൊരു കാര്യം പറയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടറിവാണ് കേട്ടോ. കാരണം നമ്മളെന്തിനാ BJPക്ക് MLA ഉണ്ടാക്കുന്നത്? മറ്റു പാർട്ടികളിൽ കുറച്ച് MLA നമുക്ക് ഉണ്ടാക്കിയാൽ പോരെയെന്ന്. കാരണം BJPയിൽ MLA ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ BJPക്ക് എന്തെങ്കിലും ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ MLA CPMലും കോൺഗ്രസിലും ഒക്കെ ഉണ്ടാക്കിയാൽ പോരെ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചതിൻ്റെ അന്തരാർത്ഥമെന്ന് പഴയൊരു BJP നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കേട്ടറിവാണ്. പക്ഷേ ഏറെക്കുറെ BJPയുടെ അവസ്ഥ എപ്പോഴും കേരളത്തിൽ ഇങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു മഞ്ചേശ്വരത്ത് പോലും BJPക്ക് ഒരു ഡയറക്റ്റ് ഫൈറ്റ് വന്നാൽ വിജയിക്കാൻ പറ്റില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് സുരേഷ് ഗോപി ആയതുകൊണ്ടും അതിന് രാഷ്ട്രീയേതരമായ സാഹചര്യങ്ങളുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് BJPയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് തന്നെ അവർക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം, തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കാൻ ആ പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കൾ അശക്തരായിരുന്നു. അതാണ് അവർ നേരിടുന്ന പ്രധാന പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര BJP നേതൃത്വം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര BJP നേതൃത്വത്തിന് കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പിന്നെ അവർ കേരളത്തിൽ ഇപ്പം എന്തുകൊണ്ട് പരിഗണിക്കുന്നു ചോദിച്ചാൽ, CPM-ഉമായിട്ടുള്ള സംഘടനകളൊക്കെ ധാരാളം RSSകാരും BJPക്കാരും കൊല്ലപ്പെട്ടതിൻ്റെ ഒരു സഹതാപം അവിടെയുള്ള നേതൃത്വത്തിലുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്താലും അവർ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. പക്ഷേ കേരളത്തിൽ കേന്ദ്ര BJP നേതൃത്വം കേരളത്തിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അതിന് BJPക്ക് MLA ഉണ്ടാക്കി കൊടുക്കുക, BJPക്ക് MP ഉണ്ടാക്കി കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു കോൺഗ്രസ് UDF ഭരണം ഇനി വരാതിരിക്കുക എന്നൊരു തന്ത്രത്തിലാണ് കേന്ദ്ര BJP നേതൃത്വം ഊന്നൽ കൊടുക്കുന്നത്. സംസ്ഥാനത്ത് വലിയൊരു അട്ടിമറിയൊന്നും BJP മൂലം, അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിയൊന്നും BJPയെ കൊണ്ട് നടത്താൻ പറ്റില്ല എന്ന് ഇവിടെ വന്നു പോയിട്ടുള്ള കേന്ദ്ര BJP നേതാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അവർ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അവർ അവസാനത്തെ ശ്രമം എന്നുള്ളതിലാണ് ക്രൈസ്തവ ഭൂരിപക്ഷത്തെ ഇതിലേക്ക് അടുപ്പിക്കാനും വഖഫ് പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഏൽക്കുന്നൊരു മട്ടില്ല നമ്മൾ പറയുകയാണെങ്കിൽ. പക്ഷെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏശിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഒരു വിജയിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കേരളത്തിലെ BJP നേതൃത്വം അശക്തരാണ്. അവർക്കതിനുള്ള കഴിവില്ല. കോൺഗ്രസിലെയും CPMലെയും നേതാക്കളെയും BJPയുടെ നേതൃത്വം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അത്യാവശ്യം കൊള്ളാവുന്ന ഒരുത്തനായ സന്ദീപ് വാര്യരെ അവിടെ നിന്ന് നിലനിൽക്കാൻ പറ്റാതെ തള്ളി പുറത്തേക്ക് വിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് അഭയം തേടേണ്ടി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം നിങ്ങൾ ഫോർ എക്സാമ്പിൾ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ ഒരു എതിരാളിയാണോ കൃഷ്ണകുമാർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ചുമ്മാ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ നേരിടാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു BJPയുടെ കൃഷ്ണകുമാർ? ഒരിക്കലുമല്ല. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു കേരളത്തിൽ തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ, അതിനപ്പുറത്തേക്കൊരു നല്ലൊരു അവതരിപ്പിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി പോലും അവർക്കില്ല. 140 മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രനെയും ഈ പറയുന്ന സുരേഷ് ഗോപിയെ നിർത്തേണ്ട അവസ്ഥയാണ് അവർക്ക് BJP. ഒരുപാട് ദൗർബല്യങ്ങളെ എങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.